കൊട്ടിഘോഷിക്കപ്പെട്ട ഇസ്രായേലിന്റെ വിഖ്യാത സുരക്ഷാ സംവിധാനങ്ങളുടെ ബലഹീനത വീണ്ടും വെളിപ്പെടുത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച തെൽ അവീവിൽ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണം. യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ ഇസ്രായേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ തെൽ അവീവിന് മാത്രമല്ല പ്രകമ്പനം കൊള്ളിച്ചത്, വിഖ്യാതവും ഒരിക്കലും തകർക്കാനാവില്ലെന്ന് ഇസ്രായേൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ അടിത്തറയെ കൂടിയാണ്. തെൽ അവീവിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 10ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യഫ എന്ന് പേരിട്ട പുതിയ ഡ്രോൺ ഉപയോഗിച്ചാണ് ഇസ്രായേലിനെ ആക്രമിച്ചതെന്ന് ഹൂതികളുടെ സൈനിക വക്താവ് യഹിയ സാരി വ്യക്തമാക്കി. പുരാതന ഫലസ്തീൻ നഗരത്തിന്റെ പേരാണ് അതിശക്തനായ ഡ്രോണിനും നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ പ്രദേശം തെൽ അവീവിന്റെ ഭാഗമാണ്. ശത്രുവിന്റെ റഡാർ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ തങ്ങളുടെ പുതിയ ഡ്രോണിന് കഴിവുണ്ടെന്ന് യഹിയ സാരി വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഹൂതികളുടെ കൈവശം നിരവധിയുണ്ടെന്നാണ് റിപ്പോർട്ട്. 2000 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ചാണ് ഡ്രോൺ തെൽ അവീവിലെത്തിയത്. ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ച് വലിയ തലവേദന തന്നെയാണ് ഇസ്രായേലിന് ഹൂതികൾ സൃഷ്ടിക്കുന്നത്. ഇതുകൂടാതെ എയ്ലാത്ത് തുറമുഖ നഗരവും നിരവധി തവണ ഇതിനോടകം ആക്രമിച്ചു കഴിഞ്ഞു. പുതിയ ആക്രമണത്തോടെ തെൽ അവീവും ഇനി തങ്ങളുടെ 1-ാം നമ്പർ ലക്ഷ്യസ്ഥാനമാണെന്ന് ഉറപ്പിക്കുകയാണ് ഹൂതികൾ. എവിടെയൊക്കെ ആക്രമിക്കണം എന്നതിൻ്റെ വ്യക്തമായ രൂപരേഖ തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഹൂതികൾ പറയുന്നു. ഇതിൽ പലതും ഇസ്രായേലിന്റെ അതിസുരക്ഷാ പ്രാധാന്യമുള്ള സൈനിക താവളങ്ങളാണ്. ഗസയിലെ വംശഹത്യയ്ക്കും കൂട്ടക്കൊലകൾക്കും മറുപടിയായി ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും യഹിയ സാരി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗസയുടെ വീരോചിത ചെറുത്തുനിൽപ്പിനുള്ള പിന്തുണയും അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഇസ്രായേൽ നേതൃത്വത്തിനെതിരെയും പ്രതിരോധ മേഖലയ്ക്കെതിരെയും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്തു തുടങ്ങി. രാജ്യാതിർത്തിയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത് തെൽ അവീവിലും എത്തിയിരിക്കുന്നു. ഹൂതികൾ വിക്ഷേപിച്ച ഡ്രോൺ കടലിന്റെ ദിശയിൽ നിന്നാണ് തെൽ അവീവിലെത്തിയത്. തുടർന്ന് ഷാലോം അലൈച്ചം തെരുവിന് സമീപത്തെ യഹൂദ തെരുവിലെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സ്ഫോടനത്തിന്റെ പ്രതിധ്വനികൾ വെസ്റ്റ് ബാങ്ക് വരെയുണ്ടായതായി റിപ്പോർട്ടുണ്ട്. സംഭവം ഇസ്രായേലി ജനതയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത്തരമൊരു സംഭവം ഇസ്രായേലിന്റെ അധിനിവേശ ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതാണെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു. ഡ്രോണിനെ തിരിച്ചറിയാൻ കരയിലും കടലിലുമുള്ള റഡാറുകളുടെ കഴിവില്ലായ്മയുടെ തെളിവാണിതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. തെൽ അവീവിലെ അതീവ സുരക്ഷാ സന്നാഹമുള്ള US കോൺസുലേറ്റിന് സമീപമാണ് ആക്രമണം ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. US-ന്റെയും ഇസ്രായേലിന്റെയും സംയുക്ത സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഡ്രോണിനെ തടയാനായില്ലെന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നു. പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഉറക്കത്തിലാണെന്നും അദ്ദേഹത്തെ ആരെങ്കിലും വിളിച്ചുണർത്തണമെന്നും വൻതോതിൽ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഡ്രോൺ നേതാക്കളുടെ വീട്ടിലാണ് പതിച്ചിരുന്നതെങ്കിൽ അവർ ഉണർന്നു പ്രവർത്തിച്ചിരുന്നെന്നും ചിലർ വിമർശിച്ചു. രാജ്യസുരക്ഷ അപകടത്തിലായതിന് പിന്നാലെ സർക്കാരിനെതിരെ വലിയ ജനരോക്ഷമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അമേരിക്കൻ പര്യടനം റദ്ദാക്കുമെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. സംഭവത്തിന്റെ തീവ്രതയാണ് നെതന്യാഹുവിന്റെ തീരുമാനം വ്യക്തമാക്കുന്നതെന്ന് പല വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. ഹൂതികൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകണമെന്ന ആവശ്യവും ഇസ്രായേലിൽ ഉയരുന്നുണ്ട്. സൈനിക വക്താവ് യഹിയ സാരിയെ വകവരുത്തണമെന്നും ആവശ്യമുയർന്നു കഴിഞ്ഞു. യഹിയ സാരിയെ വകവരുത്തുന്നതിലൂടെ ഹൂതികളുടെ മനോവീര്യം തകർക്കാനാകുമെന്നാണ് ഇസ്രായേലി സൈനിക വിദഗ്ധരുടെ നിഗമനം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഫോടനത്തിനാണ് തെൽ അവീവ് സാക്ഷ്യം വഹിച്ചതെന്നാണ് പ്രമുഖ ഇസ്രായേലി ചാനലായ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷാ സന്നാഹത്തിലെ വിള്ളലാണ് ഇതിലൂടെ വെളിവായതെന്നും ചാനൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളെ ആക്രമിച്ച എല്ലാവർക്കും തക്കതായ മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. എന്നാൽ നെതന്യാഹു സർക്കാർ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞെന്നാണ് പ്രതിപക്ഷ നേതാവ് യയർ ലാപ്പിഡിന്റെ കുറ്റപ്പെടുത്തൽ.